പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് മീൻചന്തയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വിദ്യാർത്ഥിനിക്ക് പരിക്ക് പറ്റിയ സംഭവത്തിൽ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതി. നട്ടലിന് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബം. വിവരങ്ങളുമായി അഭിന ചേരുന്നു. അഭിന, കോഴിക്കോട് മീൻചന്തയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന വിദ്യാർത്ഥിനിക്ക് പരിക്ക് പറ്റിയ സംഭവത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബം എന്താണ് പറയുന്നത്? വൃന്ദ, കഴിഞ്ഞ ദിവസമാണ് മീൻചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഈ വിദ്യാർത്ഥിനിക്ക് പരിക്കേൽക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകുന്നതിനിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് പെട്ടെന്ന് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീഴുകയും ഈ തകർന്നു വീണ സംഭവത്തിൽ കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ആദ്യഘട്ടത്തിൽ കാലിന് ചികിത്സ നൽകിയെങ്കിലും പിന്നീട് MRI സ്കാനിങ്ങിലൂടെയാണ് നട്ടലിന് പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള കാര്യം കുടുംബം അറിയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ, കാലിനുള്ള ചികിത്സയെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നട്ടലിന് വേണ്ടിയിട്ടുള്ള ചികിത്സ തുടരണമെങ്കിൽ അതിന് വലിയ പണം തന്നെ വേണം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് കുടുംബം ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ ആരോപണം തന്നെ ഇപ്പോൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. കുടുംബം പ്രധാനമായും പറയുന്നത് ഈ അപകടം നടന്ന സമയം മുതൽ ഇതുവരെയായിട്ടും കോർപ്പറേഷൻ അധികൃതർ, ഇന്നേക്കിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു അപകടം നടന്നിട്ട്, ഈ രണ്ടാമത്തെ ദിവസമായിട്ട് പോലും കോർപ്പറേഷൻ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, കാര്യങ്ങൾ അന്വേഷിക്കുക പോലും കോർപ്പറേഷൻ ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. അതുപോലെ തന്നെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ അംഗമായിട്ടുള്ള ശോഭിതയും ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും ആരോപണവുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. ശോഭിതയും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് മേയർ പോലും ഇക്കാര്യങ്ങളൊന്ന് അന്വേഷിക്കുകയോ ഇതിന് വേണ്ട നടപടികൾ തുടരുകയോ ഒന്നും പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷാംഗങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഉന്നയിക്കുന്ന ഒരു ആരോപണം. നമുക്കറിയാം, ഈ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ്, ഉടമസ്ഥതയിലുള്ള ഒരു കേന്ദ്രമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇത് മറ്റൊരു കമ്പനിക്ക്, ഒരു പരസ്യ കമ്പനിക്ക് കരാർ നൽകിയിട്ടുള്ളതാണ്. മറ്റ് പരസ്യങ്ങളെല്ലാം പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതാണ്. ഈ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതിൻ്റെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടതെല്ലാം ഈ കോർപ്പറേഷൻ അധികൃതരാണ്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നടപ്പിലാക്കിയില്ല. അത് കോർപ്പറേഷനാണ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഇതൊന്നും കൃത്യമായി അന്വേഷിക്കാതോ ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനോ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്നുള്ളവർ ഇതിന് മുൻനിരയിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിഞ്ഞു വീഴാറുള്ള സമയത്ത് അവിടെ ഈ ഒരു പരസ്യം പതിപ്പിക്കാൻ, ഈ പരസ്യം പതിപ്പിച്ച ബോർഡ് എടുത്തു മാറ്റാൻ എത്തിയ ആളടക്കം പറയുന്ന കാര്യം അത് തന്നെയായിരുന്നു. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഒരു ഭാഗം തുരുമ്പെടുത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇത് മാറ്റണം, അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികൃതർ ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള കടുത്തൊരു ആരോപണം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മേയർ ബീന ഫിലിപ്പ് ഇതിന് പ്രതികരണവുമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. മേയർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബം ഇത് സംബന്ധിച്ച പരാതിയൊന്നും തങ്ങൾക്ക് നൽകിയിട്ടില്ല, ചികിത്സാനുബന്ധമായ ഒരു പരാതിയും നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് തങ്ങൾ ഇതിനെതിരെ നടപടിയെടുക്കാത്തത് എന്നുള്ള വിചിത്രമായ ഒരു മറുപടിയാണ് കോർപ്പറേഷൻ മേയറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. വൃന്ദ, ശരി, വ്യക്തമാണ് അഭിന.